ഹായ്, വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ. ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും വെജിറ്റബിൾ കുറുമയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ മോർണിംഗ് റൊട്ടേഷനിൽ തന്നെയാണ് ഞാനത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ രാവിലെ എഴുന്നേറ്റു നമ്മുടെ സാധാ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസ്, ഒരു കപ്പ് ഗ്രീൻ പീസ് കഴിഞ്ഞ തലേ ദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പത്തിൻ്റെ മാവ്, അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ഇട്ടതാണ്. അപ്പോൾ ഞാൻ ഒരു 3 മണിക്ക് ഞാൻ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ സമയത്ത് ജസ്റ്റ് വന്ന് നോക്കി അതിൽ ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചതാണ്. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇനി നമുക്ക് ചുട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതേ ഞാൻ വെജിറ്റബിൾ കുറുമയ്ക്ക് വേണ്ടിയിട്ട് കുതിർത്ത ഗ്രീൻ പീസ് കഴുകിയത് 1 കപ്പ്, ഒരു സവാള, ക്യാരറ്റ്, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, 2 ബീൻസും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ബീൻസ്, കോളിഫ്ലവർ, നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഈ വെജിറ്റബിളിൻ്റെ കുറുമയിൽ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പൊട്ടറ്റോയുടെ പകുതിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ വൈറ്റ് കളറുള്ള ഒരു കുറുമയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്പത്തിന് അതാ കുറച്ചും കൂടെ ടേസ്റ്റും കാണാനൊരു ഭംഗിയൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഒരു 3-4 ബിസിലോളം കേൾക്കട്ടെ. ആ സമയം ചായ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ തുണിയും കൂടെ വാഷ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ ആ പണി അവിടെ നടന്നോളൂ. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഇന്നിപ്പം കട രാവിലെ ഒക്കെ ഒന്ന് ജസ്റ്റ് തുറന്ന് ഒക്കെ ഒന്ന് ഷട്ടറൊക്കെ ഒന്ന് തുറന്ന്, ഫുള്ളായിട്ട് തുറന്നിട്ടില്ല, പൂട്ടൊക്കെ തുറന്നിട്ടിട്ട് ഇക്കൊക്കെ ഓട്ടം പോകാനുണ്ട്. അപ്പോൾ ഞാനിന്ന് കട പോയി തുറക്കേണ്ടത്. അപ്പോൾ ഇച്ചിരി നേരത്തെ പോവേണ്ടതായിട്ടുണ്ട്. അപ്പം മോളെയൊക്കെ ഒന്ന് നേരത്തെ കൂട്ടി തന്നെ റെഡിയാക്കിയൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇത്തിരി ഫാസ്റ്റായിട്ടാണ് പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചായയുടെ പണിയെല്ലാം ഇവിടെ കഴിഞ്ഞു. കുക്കറിൽ ഏകദേശം ഒരു 3 ബിസിലോളം കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ ലോ ഫ്ലെയിമിൽ ആദ്യത്തെ കഴിഞ്ഞപ്പോൾ തൊട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ബിസിൽ മാത്രം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തേങ്ങ കൂടെ വേണം, കാരണം തേങ്ങാപ്പാൽ വേണമല്ലോ കുറുമയ്ക്ക്. അപ്പോൾ അരമുറി ഫുള്ളായിട്ട് വേണ്ട, ഒരു ചെറിയ തേങ്ങയുടെ ഏകദേശം ഒരു ഇച്ചിരി തേങ്ങ ചിരണ്ടിയിട്ട് അത് നന്നായിട്ട് അടിക്കും. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും തിരിച്ചെടുക്കുന്നില്ല. ഒറ്റ പാൽ കപ്പിൽ പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കുക്കറിൽ വെജിറ്റബിൾസൊക്കെ വെന്ത് ഞാൻ ഇറക്കി വെച്ചു. ഇനി ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിക്കുന്നുണ്ട്. കടു പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് സവാള കട്ട് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ ജസ്റ്റ് കടു പൊട്ടിയ ശേഷം ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. എനിക്ക് തക്കാളി ഞാൻ ഇട്ടില്ല, കാര്യം തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു അരമുറിയോ അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളിയും കൂടി ഇതിൻ്റെ ഒപ്പം ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കേണ്ടതാണ്. പക്ഷേ സാധനം ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇട്ടില്ല. ആ തക്കാളിയും കൂടെ ഇടണം കേട്ടോ. ഞാനൊരു കുഞ്ഞ് സ്പൂണ് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് സവാള ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ പെരിഞ്ചീരകവും കുരുമുളകും കൂടെ ചതച്ച് ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി അതിനുശേഷം നമ്മുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എൻ്റെ മോൾ എഴുന്നേറ്റിട്ടുണ്ട്. മണി 6:30 കഴിഞ്ഞിട്ടുണ്ട്, 6:45. അപ്പോൾ കരയാണ്ടിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആയുധം ഇതൊക്കെയാണ്. അവളുടെ ടോയ്സ് ഒന്നും അവൾക്ക് വേണ്ട. അവൾക്ക് ഈ ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഹാപ്പിയാണ്. ഞാൻ കഴിവതും ഇത് കൊടുക്കാണ്ട് നോക്കും. പക്ഷേ ഇന്നത്തെ പണി ഒന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് എത്തി. ആൾ ഇങ്ങോട്ടൊന്നും ഇറങ്ങത്തില്ല, സ്ലാബിൻ്റെ എൻറ്റിലോട്ടൊന്നും വരില്ല, ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ അവിടെ തന്നെ തൊട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് കുപ്പിയെടുക്കലും തിരിച്ചങ്ങോട്ട് വെക്കലും ആയിട്ടുള്ള പരിപാടിയാണ് ആൾ. അതെന്തായാലും അവിടെ ഒരറ്റത്ത് ഒതുങ്ങിയിരിപ്പുണ്ട്. ആ സമയം നമുക്കിതേ കറി ഒന്ന് തിളച്ച് വന്ന ശേഷം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, തേങ്ങാപ്പാൽ. നമുക്ക് ഒത്തിരി ഗ്രേവി വേണമെങ്കിൽ പാലിൻ്റെ അളവ് അതനുസരിച്ച് കൂട്ടാം. അപ്പോൾ എനിക്കൊരു കുറുകിയ ഇത് മതി. അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുകി വരണം. ഒത്തിരി വലിയ ഫ്ലെയിമിലിട്ട് വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ കുറുമയുടെ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. അപ്പം ഇതിൽ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് വെജിറ്റബിൾ കുറുമയിൽ നെയ്യുടെ ഒരു ടേസ്റ്റും മണവും വരണം, കുരുമുളകിൻ്റെ ടേസ്റ്റ് വരണം കേട്ടോ. നമുക്ക് ഒത്തിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണവും കൂട്ടണം, കുരുമുളകിൻ്റെ പൊടിയുടെ എണ്ണവും കൂട്ടണം. അപ്പോൾ അത് നമ്മളെ നന്നായിട്ട് കുറുകി വന്നപ്പോൾ ഞാൻ ഇറക്കി വെച്ചു. ഇനി ഇതേ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ തൂക്കിയിട്ട് അപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കുമ്പോൾ 2-3 കണ്ടീഷൻസ് നിൽക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, മാവിന് ഒത്തിരി പുളിപ്പ് വരാൻ പാടില്ല, ഒത്തിരി മുരിയാൻ പാടില്ല. പിന്നെ അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ടാണ് അപ്പം പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പം ഒഴിക്കുന്ന ടൈമിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ അത് നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് നടുക്ക് നന്നായിട്ട്. അപ്പോൾ ഒത്തിരി കട്ടിക്കല്ല ഞാൻ ചുടുന്നത്. ഈ ഇടയ്ക്കായിട്ട് അപ്പം ഉണ്ടാക്കിയപ്പോൾ കട്ടി കൂടിയിട്ട് ഉള്ളിൽ ഇച്ചിരി നടുക്ക് വേകാണ്ടിരുന്നു. അപ്പം
ഞാനപ്പോൾ അതുകൊണ്ട് ഒത്തിരി കട്ടിയില്ലാണ്ട് അനുസരിച്ചിട്ടാണ് അപ്പം ചുറ്റിച്ചെടുത്തത്. നടുക്ക് ഒത്തിരി വരില്ല. അപ്പോൾ ഏകദേശം ഇവിടെ അപ്പം ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ. ഒത്തിരി പുളിപ്പൊന്നും ഇല്ലാണ്ട് തന്നെ ഞാനെടുത്തു. അപ്പോൾ കുറച്ച് അപ്പം ഞാൻ പോകുന്നുണ്ട്, ഓട്ടം പോകുന്നതിന് മുന്നേ കുറച്ച് 1-2 അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ളത് ഉണ്ടാക്കാമല്ലോ. അപ്പം പുള്ളി കഴിച്ചിട്ട് പോകാനുള്ളതല്ലേ, അപ്പോൾ ബാക്കി പിന്നെ ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുകയാണ്. മോളെ കളിപ്പിക്കാൻ പോയ സമയത്ത് ഈ അപ്പം ഒരു സൈഡൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. കാരണം അപ്പോൾ അത് നമുക്ക് ഒരു ഇച്ചിരി ഹാർഡ് പോലെ തോന്നും തണുത്ത് കഴിയുമ്പോഴേ. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിം ഒഴിക്കുന്ന ടൈമിൽ മാത്രം ഉള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നടുക്ക് ഒത്തിരി കട്ടി കൂടുകയും വേണ്ട. കാരണം അത്രയും വേവുന്നതനുസരിച്ച് ഇരിക്കുമ്പോൾ പിന്നെ അത്രയും മുരിഞ്ഞു പോകും. ഒത്തിരി മുരിയുമ്പോൾ നമുക്ക് ഒരു ഹാർഡ്നെസ് പോലെ ഒന്ന് തോന്നും. അപ്പോൾ ഇന്നത്തെ അപ്പം എന്തായാലും കഴിച്ചിട്ടും എനിക്ക് നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റി അപ്പം തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ. ഇതിൻ്റെ റെസിപ്പി എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ അപ്പം ഉണ്ടാക്കുന്ന 2-3 മെത്തേഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇടിയപ്പം പത്തിരി ഉണ്ടാക്കുന്ന പൊടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അപ്പം ഉണ്ടാക്കുന്നതും പിന്നെ അല്ലാണ്ട് പച്ചരി കുതിർത്തുണ്ടാക്കുന്നതും ഒക്കെ ഞാൻ നോക്കി. നല്ല സോഫ്റ്റ് നല്ല അപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി എൻ്റെ വീഡിയോ തന്നെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, എന്തെങ്കിലും കുറ്റമൊക്കെ പറയുന്നുണ്ടോ എന്നൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഇന്നത്തെ അപ്പം വലിയ കുഴപ്പമില്ല, ഇന്നിങ്ങനെ വലിയ ആളായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം, കുറച്ച് അഹങ്കാരമൊക്കെ വന്നിട്ടുണ്ട് നല്ലതെന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ മോക്കൊരു ഇച്ചിരിയൊക്കെ എടുത്ത് വായിൽ വെച്ച് കൊടുത്ത് നോക്കി, പക്ഷേ കഴിക്കത്തില്ല, കയ്യിൽ കൊടുക്കാനാണ് പറയണം. അപ്പോൾ ഒരു കുഞ്ഞ് പീസൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്താൽ 1-2 പ്രാവശ്യമൊക്കെ കടിച്ച് കഴിക്കും, പക്ഷേ പിന്നെ തൊടത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു ഡേ ആയിട്ടിരിക്കട്ടെ. താങ്ക് യു, ബൈ.